മോനെ, മോനെ പ്രകാശ്. അമ്മേ, എന്താ മോനെ, ഞാൻ നിന്നെ തിരക്കി വന്നതാ. വാതിലൊക്കെ തുറന്നിട്ടിട്ട് നീ എന്താ ഇവിടെ? ഞാൻ വിളിച്ചതൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ ഉറങ്ങിപ്പോയി. എന്തിനാടാ കള്ളം പറയുന്നത്? ഇന്ന് ഉറങ്ങാൻ പറ്റുമോ നിനക്ക്? ആദർശ് അയച്ചതാ എന്നെ. ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കാവലല്ലേ, അല്ലേ അമ്മേ? അയാള് പേടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. അവസാനം എല്ലാരും പറയില്ലേ, ജീവിതം കൊണ്ടും മരണം കൊണ്ടും ചതിച്ചൂന്ന്. അത് വേണ്ട. നീ വല്ലതും കഴിച്ചോടാ? വിശപ്പില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, അമ്മ പൊയ്ക്കോ. ഇല്ല, നിന്നെ തനിച്ചാക്കി ഞാൻ പോവില്ല. അവളെവിടെ? കണ്ടില്ല. സോഫിയെ വിളിച്ചോ നീ? ഇല്ല. വിളിക്കോ? എന്തിനാമേ? അവള് കാത്തിരിക്കുന്നുണ്ടാവും. അയാള് മാത്രമല്ല, വേറെ ഒരുപാട് പേരും. ആരുടെയും മനസ്സ് വിഷമിക്കരുത്. മോനെ, നാളെ അയാളുടെ വിവാഹം സ്വസ്ഥതയോടെ കഴിയട്ടെ. വേണ്ടമ്മേ, ഇനി നമുക്കതൊന്നും സംസാരിക്കണ്ട. എനിക്ക് ഏറ്റവും വേദനയുള്ള കാര്യം അമ്മയോട് സംസാരിക്കാതിരിക്കാൻ. വേണ്ട. ഗ്ലോറിയുടെ അമ്മയും ഞാൻ വന്നപ്പോ ഇത് തന്നെയാ പറഞ്ഞത്. സഹിയേട്ട, അമ്മയെ ഞാൻ പറഞ്ഞയച്ചത്. ഗ്ലോറി വന്ന അമ്മ പോണം. ഈ അവസ്ഥയിൽ അവള് പറയുന്ന വാക്കുകളോട് പ്രതികരിക്കാതിരിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. അവൾ എതിര് പറയും. അത് എനിക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തിനാ വെറുതെ? എല്ലാം നീ തീരുമാനിച്ചു അല്ലേ? അതെ അമ്മേ. ഞാൻ മരിക്കാതിരിക്കാനും കുറെ പേരെ കൊല്ലാതിരിക്കാനും. എവിടെ അർജുൻ? അവനകത്തുണ്ടല്ലോ. അവിടെ ആൾക്കാർ. അർജുൻ എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ടൊന്ന് വന്നേ. വരുന്നവര് മുഴുവൻ അവനെയല്ലേ തിരക്കുന്നത്? അല്ലെങ്കിലേ ആളുകൾക്ക് പറയാൻ ഒരുപാട് വകയുണ്ട്. നീ ഉള്ളത് പറ, അവൻ എവിടെയാ പോയത്? അമ്മാവാ, അമ്മാവൻ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഞാൻ മുറിയിലുണ്ടായിരുന്നു. ഉണ്ടോ? അത് മതി. വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യമുള്ളത് കൊണ്ട് തന്നെയാ. അർജുൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ ഒന്നുമില്ല. പക്ഷേ പ്രകാശ് നാട്ടിലുള്ളത്. അയാള് വീട്ടിലുണ്ടാവോ? വേണമെങ്കിൽ ഞാനും കൂട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോകാം. വേണ്ട, അതൊന്നും ചെയ്യണ്ട. നാളെ വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും ഉണ്ടാകാൻ പറയണം. പ്രകാശ് വന്നാലും മണ്ഡപത്തിനകത്തേക്ക് അയാൾ കയറരുത്. അത് ഞങ്ങൾ ഏറ്റു.
ഈ ദിവസം ഏറ്റവും റിലാക്സ്ഡ് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഒരാളോടും ഒരു നല്ല വാക്ക് പറയാൻ എനിക്ക് പറ്റുന്നില്ല, ഒന്ന് വിഷ് ചെയ്യാൻ പോലും. എന്തായാലും ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. വരുന്നവർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നണ്ട. എല്ലാവരോടും ചിരിച്ചേ പറ്റൂ. ചെല്ലേ. വരുന്നവരെ മുഴുവൻ ആദർശനെയും ദീപയും തിരക്കുന്നുണ്ട്. അച്ഛൻ എന്തു പറഞ്ഞാലും അവനൊന്ന് വന്നു പോകുമെന്ന് ഞാൻ കരുതി. ആദർശ് വരില്ല, വരാത്തതാ നല്ലത്. അയാള് ചോദിക്കുന്ന ഏറ്റവും ചെറിയ ചോദ്യത്തിന് പോലും എനിക്ക് മറുപടി ഉണ്ടാവില്ല. അയാള് ചോദിക്കുന്ന ഏറ്റവും ചെറിയ ചോദ്യത്തിന് പോലും എനിക്ക് മറുപടി ഉണ്ടാവില്ല. ഇനി ആരും എന്റെ അടുത്തെത്താതെ ഈ ദിവസം അവസാനിച്ച് കിട്ടിയാൽ മതി. ഈ ദിവസത്തോടെ എല്ലാം അവസാനിച്ചാലും മതി. ഇനി ആരെങ്കിലും ചോദിച്ചാ നീ ഉറങ്ങിയെന്ന് ഞാൻ പറഞ്ഞോളാം. പോയി കിടന്നു. എല്ലാവരും കരുതുന്ന പോലെ അമ്മയും കരുതിയാ മതി. ഞാൻ കിടക്കുന്നില്ല, അമ്മ പൊയ്ക്കോ. നമ്മൾ അധിക നേരം അടുത്തിരിക്കാത്തത് നല്ലത്. പിന്നെ കരയും. അച്ഛൻ ഇനി അത് കണ്ട അമ്മ പൊയ്ക്കോ. അമ്മേ പ്ലീസ്, വയ്യ എനിക്ക്. എപ്പോ വന്നു? കുറച്ചു നേരമായി. പ്രകാശ് ഇവിടെ മുറിയിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കണ്ടില്ല. നല്ലതാ ഒരാൾ കൂട്ടിരിക്കാനുണ്ടാവുന്നത്. എന്റെ മോനെ പോലീസിൽ പിടിപ്പിച്ചത് നീയല്ലേ? സങ്കടം തോന്നിട്ടാ. സ്റ്റേഷനിലാവുമ്പോ ആരെയും കാണണ്ട, സംസാരിക്കുകയും വേണ്ട. നിർത്തടി. പോലീസുകാർ അവനെ വിട്ടപ്പോ അതിന് ന്യായം കണ്ടെത്തുക നീ. എന്റെ മോനെ ഞാനാ വിളിച്ചു വരുത്തിയത്. അറിയാം, സോഫിയെ വിവാഹം കഴിക്കാനാണെന്നും അറിയാം. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം നടത്തിത്തരാൻ തൽക്കാലം എനിക്ക് നിവർത്തിയില്ല. ഞാൻ എന്റെ ഭർത്താവ് നഷ്ടപ്പെടരുതെന്നാ കരുതുന്നത്. അത് തെറ്റാണോ? മകനെ പ്രേരിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ ഒന്ന് ചിന്തിക്കണം. ഏതെങ്കിലും അവസ്ഥയിൽ നിങ്ങളുടെ ഭർത്താവിനെ വേറൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നു? നിന്നെ പോലൊരുത്തി ഈ ഭൂമിയിൽ വേറെ ഉണ്ടോടി? നിന്നെ വലിച്ചെറിഞ്ഞിട്ട് പോവാൻ അവനോട് ആര് പറഞ്ഞാലും അത് പുണ്യമാ.
എന്നിട്ട് എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? എന്നെ വിട്ടുപോവാനോ? ഹ്, എനിക്കറിയാം ഈ രാത്രി നിർണായകമാണ്. പ്രകാശ് പോയില്ലെങ്കിലും ചിലപ്പോ പ്രാണവേദനയോടെ അവൾ ഇറങ്ങി വരും. വന്ന അവസാനിപ്പിക്കും ഞാൻ. അതെ, ഞാൻ സ്വപ്നം കണ്ടതും വെട്ടിപ്പിടിച്ചതും എല്ലാം ഈയൊരു ഒറ്റ രാത്രി കൊണ്ട് തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. മകൻ ഇവിടുന്ന് ഇറങ്ങാനോ അവൾ അവിടുന്ന് പോരാനോ തീരുമാനിച്ച ഏതെങ്കിലും ഒന്നിനെ ഞാൻ തീർത്തിരിക്കും. അമ്മ പറ്റൂ. പോവാൻ ഇവളിൽ നിന്ന് ഒരാൾ എന്നെ രക്ഷിക്കാൻ കാവൽ നിൽക്കുന്നത് എനിക്ക് നാണക്കേടാ. ഈ ഒരു രാത്രിക്ക് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. അത് കാണാൻ ആരും വേണ്ട. പൊയ്ക്കോ. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്കിളിന്. അത് സാരമില്ല. അങ്കിളിന്റെ ജീവന്റെ കാര്യം ഓർത്ത നിനക്കിവിടെ അടങ്ങിയിരിക്കാൻ പറ്റും. പക്ഷെ നിന്നെ ഇഷ്ടപ്പെടുന്ന മറ്റാർക്കും ഇപ്പൊ സമാധാനം ഇല്ല സോഫി. ദീപേ, അവിടെ വിഷമിപ്പിക്കണ്ട. വിഷമിക്കട്ടെ. ഏട്ടനെ ഒന്ന് കാണണമെന്ന് ഇവള് പറഞ്ഞതുകൊണ്ടാ വിളിച്ചു വരുത്തിയത്. ഏട്ടൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നു, ഒരു കാര്യമില്ലാതെ. എന്നിട്ടും ഇപ്പൊ ഇവളുടെ സങ്കടത്തിൽ ഇവളെ അടക്കി പിടിക്കുന്ന നിങ്ങളൊക്കെ തെറ്റുകാരാ. ജന്മം തന്നവർക്ക് പല അവകാശങ്ങളും ഉണ്ട്. പക്ഷേ മകളുടെ ജീവൻ തന്നെ കൂലിയായി ചോദിക്കുന്ന ഒരു അച്ഛൻ. ദീപ, മതി. നിനക്ക് പറയാനുള്ളത് എന്നെ പറയാം. അച്ഛനെ ഒന്നും പറയണ്ട. ഞാൻ പറയും. ഇനി ഈ അവസാന മണിക്കൂറിൽ നിന്റെ കാല് പിടിച്ച് കെഞ്ചാനൊന്നും ഞാനില്ല. ഇനി ഈ അവസാന മണിക്കൂറിൽ നിന്റെ കാല് പിടിച്ച് കെഞ്ചാനൊന്നും ഞാനില്ല. ഇനി നീ നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം സ്വീകരിച്ചോ. പക്ഷേ ഏട്ടനെ വിളിച്ചൊന്ന് മാപ്പ് പറയാനുള്ള അവസരമെങ്കിലും കിട്ടണമെന്ന് നീ പ്രാർത്ഥിച്ചിരുന്നില്ലേ? ഇല്ലേ? ആ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇപ്പൊ ഏട്ടൻ നാട്ടിലുണ്ട്. നീ മറ്റൊരാളുടേതാവുന്നതിന് മുമ്പ് അത്രയെങ്കിലും നീ ഒന്ന് ചെയ്. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ മുമ്പിൽ നന്ദി കെട്ട മൃഗമായി നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോ.
ഓർമ്മയുണ്ട് എന്നെ വിവാഹം മുടക്കാൻ വന്ന് ഞാൻ കൺഗ്രാറ്റ്സ് പറയാനാ വിളിച്ചത്. താങ്ക്സ്. ഹലോ, ഞാൻ സോഫിയ. എന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയില്ലല്ലോ. തനിക്ക് തോന്നിയോ?